ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2406. ഇന്ന് ഓഗസ്റ്റ് മാസം 2-ാം തീയതി, 214-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അമ്മയോർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും എപ്പോഴെങ്കിലും ആ മകനിലെത്തിയേ മതിയാവും. യേശുവിൽ പ്രിയപ്പെട്ട തന്റെ സഹചാരികളോട്, സഹപ്രവർത്തകരോട് ഒരിക്കൽ ചോദിച്ചു, യേശു, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്ന് വെച്ചാൽ, നിങ്ങളുടെ ഹൃദയത്തില് ശരിക്കും ഞാൻ ആരായിട്ടാണ് ഇരിക്കുന്നത്? ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് ഉറ്റവരുടെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെയാണ് താനെന്ന് അറിയാനായിട്ട്. ഉറ്റവരുടെ ഹൃദയത്തിൽ ഒരിത്തിരി ഇടം സ്വന്തമാക്കാൻ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും ശ്രമവുമൊക്കെ. അങ്ങനെ അവിടെ ഇടമുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിൽ മിക്കവാറും പേരും വല്ലാതെ പതറിപ്പോകുന്നുണ്ട്, ഉലഞ്ഞു പോകുന്നുണ്ട്. ഇടമില്ല എന്ന അറിവിനകത്ത് തകർന്നു പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് യേശുവിന്റെ ഈ ചോദ്യത്തിന് ഈ നല്ല ഞായറാഴ്ച ഏറെ പ്രാധാന്യവും പ്രസക്തിയും ഉണ്ടാവുന്നത്. യേശു ചോദിക്കുകയാണ്, താൻ കണ്ടെത്തിയ, താൻ കൂടെ കൊണ്ടു നടക്കുന്ന, ഇങ്ങനെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നവരുടെ ഉള്ളില് താൻ എങ്ങനെയാണ്? ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ നമ്മളോട് തന്നെ ഒരുതരം ഓഡിറ്റിംഗ് നടത്തുന്നത് നല്ലതല്ലേ? ഓരോരുത്തരും നമുക്ക് ആരാണ്? കൈവിട്ടുപോയ സ്നേഹം, കൈവിട്ടുപോയ സൗഹൃദം, ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ചങ്ങാതി, അവരൊക്കെ നമുക്ക് ആരാണ്? അത്തരം കണ്ടെത്തലുകൾ നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ നടത്താനാകുമോ? എല്ലാത്തരം സ്നേഹബന്ധങ്ങളുടെയും വൈകാരികതയുടെ, ശരിക്കും ഒരു ഇമോഷണലായ വൈകാരികതയുടെ ഒരു ആഴമാണല്ലോ. പലപ്പോഴും നമ്മൾ ഈ ബന്ധങ്ങളൊക്കെ ചെറിയ മക്കളുടെ രീതിയിൽ നിസ്സാരമായി കാണാറുണ്ട്. ഇതിനൊന്നും വലിയ പുനർനിർവചനങ്ങളൊന്നും ആവശ്യമില്ലെന്നും കരുതുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ ഘട്ടത്തില് ഓരോരുത്തരും തനിക്ക് ആരായിരുന്നുവെന്ന് അവനവൻ തന്നെ കണ്ടെത്തേണ്ടി വരുന്നുണ്ട്. ഒന്ന് ഡിഫൈൻ ചെയ്തേ മതിയാവും. ഡിഫൈൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഡെഫിനിറ്റ് എന്നാണ്. അപ്പോൾ പൊതുവെയുള്ളൊരു വിചാരം ഇതാണ്, നാം വെറുതെ നമ്മുടെ ഉറ്റവരെയൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. നല്ലതാണ്. ആ വ്യക്തി ആരാണ്, അവർ എനിക്ക് ആരാണ്, അവർ എന്തൊക്കെയാണ് വേണ്ടെന്ന് വെച്ചത്, അവർ എന്തൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സമ്മാനിച്ചത്, അവരിറങ്ങിപ്പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ശൂന്യത എന്തുമാത്രമാണ്, അവർ കൂടെ ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൈ എത്ര ധനമുള്ള കൈയായിരുന്നു. അങ്ങനെ ഒപ്പമുള്ളവരെല്ലാം ഒന്നും കൂടി ഒന്ന് കണ്ടെത്താനായിട്ട് യേശുവിന്റെ തന്നെ ഈ ചോദ്യം, അതും തന്റെ ശിഷ്യന്മാരോടുള്ള ചോദ്യം, നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ യേശു എനിക്ക് ആരാണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ ഓരോരുത്തരും എനിക്ക് ആരൊക്കെയായിരുന്നു, ആരൊക്കെ ആകേണ്ടവരായിരുന്നു? ആമേൻ.